നമസ്കാരം, ഞാൻ രാജേഷ് ആർ നായർ. യൂണിയൻ ഗവൺമെന്റ് ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചതായി പത്രവാർത്തകളിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കുറച്ച് സംവരണവാദികൾ ജാതി സെൻസസ് നടത്തണം എന്ന പേരിൽ കുറച്ച് കാലങ്ങളായി സെക്രട്ടേറിയറ്റ് നടയിലും സമരമിരിക്കുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും കേരള ഗവൺമെന്റിനോട് ഒക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. 2016 മാനവ ഐക്യവേദി സംഘടന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി നൽകി. ആവശ്യമുന്നതായിരുന്നു 1993 മുതൽ നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി സമുദായങ്ങൾക്ക് സർക്കാർ ഉദ്യോഗത്തിലും നിയമസഭയിലും മതിയായ പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ നൽകിയ പരാതി പരിഗണിച്ചു വാദം കേൾക്കണം എന്നതായിരുന്നു ആവശ്യം. 1993 പരാതി നൽകുമ്പോൾ മാനവ ഐക്യവേദിയുടെ പൂർവ്വരൂപമായ അവശ മുന്നോക്ക സംഘം എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ പരാതി 2016 ഹർജി ഹൈക്കോടതി കേൾക്കുകയും ഹൈക്കോടതി സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന് സംഘടനയുടെ ആവശ്യം കേൾക്കാൻ പരിഗണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ മാനവ ഐക്യവേദിയുടെ ആവശ്യം കേൾക്കുകയും മാനവ ഐക്യവേദി സംഘടന സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗ ജനങ്ങളെക്കുറിച്ചും 1992 സുപ്രീം കോടതിയുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാനമായിട്ടുള്ള വിധിയെ സംബന്ധിച്ചും ഭരണഘടനയിലെ ആർട്ടിക്കിൾ 16(4), 15(4) എന്നിവയെക്കുറിച്ചും കേരള സംസ്ഥാനത്ത് പിന്നാക്ക സമുദായ വികസന വകുപ്പും തുടർന്ന് പിന്നാക്ക വിഭാഗ വകുപ്പും പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും മുൻകാല നടപടികളെക്കുറിച്ചും സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടികളെക്കുറിച്ചും കേരളത്തിലെ ജാതി രാഷ്ട്രീയത്തെക്കുറിച്ചും ആയിരക്കണക്കിന് പേജുകൾ വരുന്ന വിശാലമായിട്ടുള്ള തെളിവുകൾ സഹിതമുള്ള രേഖകൾ സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിച്ചു. തുടർന്ന് പിന്നാക്ക വിഭാഗ കമ്മീഷന് സമർപ്പിച്ചു. പിന്നാക്ക വിഭാഗ കമ്മീഷൻ പല തവണകളിലായി വാദം കേട്ടതിന് ശേഷം നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി സമുദായത്തിന് സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും വേണ്ടതാണെന്നും നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി വിഭാഗത്തിലെ സമുദായങ്ങളിലെ പിന്നാക്ക വിഭാഗ ജനതയ്ക്ക് സംവരണവും ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യം പരിഗണിക്കണമെന്നും ശുപാർശ സംസ്ഥാന സർക്കാരിന് നൽകി. എന്നാൽ സംസ്ഥാന സർക്കാർ ആ ഫയലിനുള്ളിൽ അടയിരുന്നു. സംസ്ഥാന സർക്കാർ പരിഗണിക്കാതെ വന്നപ്പോഴാണ് തുടർന്ന് വീണ്ടും മാനവ ഐക്യവേദി സംഘടനയ്ക്ക് കേരള ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. കേരള ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ ഫലമായി കേരള ഹൈക്കോടതി മാനവ ഐക്യവേദിയുടെ ആവശ്യം പരിഗണിക്കേണ്ടതാണെന്നും നീതിയുക്തമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട്, ന്യായമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗ പട്ടിക പുതുക്കി നിശ്ചയിക്കുന്നതിന് സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്താൻ 1932 ശേഷം ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ കോടതി ഉത്തരവിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് യാതൊരു നടപടിയും ചെയ്തില്ല. ഇങ്ങനെയിരിക്കെ 2018-19 കാലഘട്ടത്തിൽ മുസ്ലിം സമുദായങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നവകാശപ്പെടുന്ന ഒരു സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചു. അവരുടെ ആവശ്യവും സംസ്ഥാനത്ത് സോഷ്യൽ സർവേ നടത്തുക എന്നുള്ളതായിരുന്നു. അതിനോടൊപ്പം കുറേ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. മറ്റു ആവശ്യങ്ങൾ സുപ്രീം കോടതി പരിഗണിക്കേണ്ടതല്ല എന്ന് പറയുകയും സോഷ്യൽ സർവേ നടത്തേണ്ട കാര്യം കേരള ഹൈക്കോടതിയെ സമീപിക്കാനും ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും അവരുടെ ഹർജിയും മാനവ ഐക്യവേദിയുടെ ഹർജിയും കേരള ഹൈക്കോടതി ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ട് ഒരേ ഉത്തരവായി പുറപ്പെടുവിച്ചു. എന്നാൽ അതിനോടനുബന്ധിച്ച് കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിൽ
വിചിത്രമായ വാദമാണ് മുസ്ലിം സംഘടന ആവശ്യപ്പെട്ടത്. ജാതി സെൻസസ് നടത്തണമെന്നും അത് കേന്ദ്ര സർക്കാരിൽ 2011 സെൻസസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നുമാണ് അവർ ആവശ്യപ്പെട്ടത്. സംസ്ഥാന ഗവൺമെന്റിന്റെ സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തണമെന്നുള്ള ജഡ്ജ്മെന്റിനെ കുറിച്ച് അവരും കൂടെ നൽകിയ ഹർജിയിൽ പ്രകാരമുള്ള ജഡ്ജ്മെന്റിനെ കുറിച്ച് യാതൊരു അഭിപ്രായവും അവിടെ ഉണ്ടായില്ല. സംസ്ഥാന ഗവൺമെന്റിനെ പരാമർശങ്ങളും കൂടുതൽ വിമർശിക്കാനോ സംഘടന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. തുടർന്ന് മാനവ ഐക്യവേദി ഉത്തരവ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കാത്തതിനാൽ കോടതി അലക്ഷ്യ ഹർജികളുമായി മുന്നോട്ട് പോയി. പ്രസ്തുത ബന്ധപ്പെട്ട മുസ്ലിം സംഘടനയും മുന്നോട്ട് വന്നു. അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാരിനെതിരെ ജാതി സെൻസസ് നടത്തുന്ന അല്ലെങ്കിൽ 2011 സെൻസസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി. മാനവൈക്യവേദി കക്ഷി ചേർത്തിരുന്ന കേന്ദ്ര സർക്കാരിനെ പ്രസ്തുത കേസിൽ നിന്നും വിടുതൽ ചെയ്യുന്നതിലേക്കായി അവർ സുപ്രീം കോടതിയെ സമീപിച്ച് ഒരു ഹർജി കൊടുത്തു. എന്നാൽ സുപ്രീം കോടതി അവരുടെ ഹർജിയെ തള്ളിക്കളഞ്ഞു. അതിനെതിരെ ബന്ധപ്പെട്ട മുസ്ലിം സംഘടന സുപ്രീം കോടതിയെ സമീപിച്ച് കേസ് നൽകി. 2011 സെൻസസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യം മറാഠ കേസുമായി ബന്ധപ്പെട്ടുള്ളൊരു ഹർജിയിന്മേൽ സുപ്രീം കോടതി 2011 സെൻസസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടതില്ല പരാമർശത്തിന്റെ വെളിച്ചത്തിൽ കേന്ദ്ര സർക്കാർ പ്രസ്തുത വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന് റിപ്പോർട്ട് നൽകുകയും പിന്നോക്ക വിഭാഗ കമ്മീഷൻ തുടർന്ന് വീണ്ടും സിറ്റിംഗ് നടത്തുകയും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടത്തുവാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ സോഷ്യൽ സർവേ നടത്തി കേരളത്തിലെ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിന് സംവരണവും മറ്റ് ആനുകൂല്യങ്ങളും നൽകേണ്ടി വരും എന്ന് അറിയാമായിരുന്ന സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസമാണ് ജാതി സെൻസസ് നടത്താം എന്ന യൂണിയൻ ഗവൺമെന്റിന്റെ തീരുമാനം. ഇനി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വെച്ച് കിട്ടും. കേന്ദ്ര സർക്കാർ എന്നെങ്കിലും ജാതി സെൻസസ് നടത്തുവാനായി കേന്ദ്ര സർക്കാർ ഇരിക്കും. കൽപ്പാന്ത കാലത്തോളം നീതി ലഭിക്കുന്നതിന് വേണ്ടി നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസികൾ മഴ പെയ്യുമോ എന്ന് കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ അവസ്ഥയാണ് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിന്, സംഘടിക്കാതിരിക്കുന്ന സമുദായത്തിന് വന്നു ചേർന്നിരിക്കും. സംവരണം വാങ്ങിച്ചു വരുന്ന സമുദായങ്ങൾ കാലാകാലങ്ങളായി പിന്തുടരുന്ന ഒരു പ്രക്രിയയുണ്ട്. അവരുടെ ശക്തി ജനസംഖ്യയൊക്കെ കുറഞ്ഞിരിക്കുമ്പോൾ ഇരവാദം പറഞ്ഞ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുകയും അവരുടെ ജനസംഖ്യയും മറ്റു സ്ഥിതിവിശേഷങ്ങളും പെരുകുമ്പോൾ കൂടി വരുമ്പോൾ സംഘശക്തിയുടെ പേരിൽ തലയെണ്ണി രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് കയ്യോക്കോടുകൂടി ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കുന്ന സമീപനവും ഇന്ന് അവർ ജാതി സെൻസസിനെ ആവശ്യപ്പെടുന്നതും അനുകൂലിക്കുന്നതും ഒക്കെ അവരുടെ സാമ്പത്തികവും സാമൂഹികവും ജനസംഖ്യാപരമായും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സാമൂഹ്യ മുന്നോക്കത്തെയാണ് അവർ മുന്നേറിയതെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ജാതി സെൻസസ് നടത്തി റിപ്പോർട്ട് വന്നാൽ ജാതി സെൻസസിന്റെ പേരിൽ സംഘശക്തി അവരുടെ ജനസംഖ്യയും അതോടൊപ്പം അവരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയുടെയും സ്വാധീനത്തിൽ അവർ തലയെണ്ണി രാഷ്ട്രീയക്കാരെ പേടിപ്പിച്ച് കയ്യൂക്ക് കാണിച്ച് ആനുകൂല്യങ്ങൾ കൂടുതൽ സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളും പ്രാതിനിധ്യവും സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനും ആവശ്യപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ് ജാതി സെൻസസ് എന്ന ഒരു കാര്യത്തെ അവർ നടപ്പാക്കി കിട്ടുന്നതിന് ഉത്സാഹിക്കുന്നതും സ്വാഗതം ചെയ്യുന്നതെന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. എന്തു തന്നെയായാലും സ്വന്തം ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാനും ആവശ്യപ്പെടാനും കഴിയാതെയിരിക്കുന്ന നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി എന്ന സനാതന വിഭാഗത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായി തുടർന്നു വരുന്നതാണ്. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഈ വിഭാഗം ഒന്നായി മറ്റു അസ്വസ്ഥതകളെ മാറ്റിവെച്ചുകൊണ്ട് പൊതുവായിട്ടുള്ള ആവശ്യത്തിന്മേൽ
നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായം സംഘടിക്കേണ്ടിയിരിക്കുന്നു, ഒന്നിക്കേണ്ടിയിരിക്കുന്നു, ശക്തമായി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. രാജേഷ് നായർ.